ലിച്ചൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകളിൽ ഈ ഒരു ഫുൾ മൂൺ എനർജി എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു എനർജി കാരണം നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. മെയിലോ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങളെല്ലാം, അതായത് വളരെയധികം ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് അവർക്ക് ഫേവറബിൾ അല്ലാതിരുന്ന അല്ലെങ്കിൽ അവരെ വിഷമിപ്പിച്ചിരുന്ന, വേദനിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു സന്തോഷം തരാതിരുന്നിരുന്ന ചില സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങളുടെ വ്യക്തി ആ ഒരു എനർജിനെല്ലാം നിങ്ങളുടെ വ്യക്തി കളഞ്ഞിട്ടുള്ളതായിട്ട്, അല്ലെങ്കിൽ ആ എനർജിയിൽ നിന്നെല്ലാം നിങ്ങളുടെ വ്യക്തി മൂവ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ സ്റ്റബേൺ ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ, അതായത് ഒരു കർക്കശ സ്വഭാവം കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിലൊക്കെ ചെറിയൊരു മാറ്റം അവർക്ക് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ അവര് സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ളതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു കണക്ഷൻ, ഏതെങ്കിലും രീതിയിലൊരു കണക്ഷൻ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ച് ക്ലിയർ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇല്ല എങ്കിലും അവരുടെ ചിന്തകളിൽ, അവരുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള ഒരു ചെറിയൊരു മാറ്റം ഇതൊക്കെയാണ്. അവരുടെ ആ ഒരു കാർക്കശ സ്വഭാവത്തിന് ചെറിയൊരു മാറ്റം വന്ന് അവർ കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു ചാലഞ്ചസിനെ എല്ലാം ഓവർകം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അവർക്ക് ഒട്ടും ഡീൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് ലീവ് ചെയ്യാൻ തന്നെയാണ് അവര് പോകുന്നത്, അല്ലെങ്കിൽ ലീവ് ചെയ്യാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവര് ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു 9 ഓഫ് പെന്റക്കിൾസ് എനർജിയിലേക്കാണ് വന്നിട്ടുള്ളത്. അതായത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അവര് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവര് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കോണ്ടാക്ട് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യാതെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൾ വരാനും അതുപോലെ നിങ്ങളുടെ ഒരു മെസ്സേജ് വരാനും അതുവഴി അവർക്ക് നിങ്ങളിലേക്ക് അടുപ്പം കാണിക്കാനൊക്കെ അവര് ആഗ്രഹിക്കുന്നതായിട്ടും അതിനു വേണ്ടിയിട്ട് അവര് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ. കാരണം ഇവര് കുറച്ച് ഈഗോ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. ആ ഒരു കുറച്ച് കർക്കശ സ്വഭാവം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ വേണ്ട പല കാര്യങ്ങളും, അതിലൊന്നാണ് നിങ്ങളും. ആ എല്ലാ കാര്യങ്ങളും അവർ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മജീഷ്യൻ എനർജിയിലേക്ക് അവര് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പില് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ, അതായത് സ്വയം കുറെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം അവര് പുറത്തു വന്നിട്ടുണ്ട്. അതായത് അനാവശ്യമായി ഓവർ തിങ്ക് ചെയ്ത് സിറ്റുവേഷൻ ആകെ വേസ്റ്റ് ആക്കി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് അങ്ങനെയൊക്കെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ അവർക്ക് അതിനൊക്കെ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. അതായത് എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതിരുന്നിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു ക്ലാരിറ്റി അവർക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വിക്ടിം മെന്റാലിറ്റിയിൽ, അവര് തെറ്റ് ചെയ്തു എന്നുള്ള ഒരു വിക്ടിം മെന്റാലിറ്റിയിൽ ചിലപ്പോൾ ആയിരുന്ന വ്യക്തികളായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർക്ക് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ കമ്മിറ്റ്മെന്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ പിന്നീടാവാം, അല്ലെങ്കിൽ പിന്നീട് തീരുമാനിക്കാം എന്നെല്ലാം പറഞ്ഞിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം. കാരണം അവർക്ക് അത്രയധികം ഭയം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ്, അത് അവരുടെ ഓവർ തിങ്കിങ് ആണ്, എങ്ങനെ ആയിരിക്കും, എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാകുമോ എന്നുള്ള ചിന്തകള്, പല കാര്യങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം, ആ ഒരു എനർജിയിൽ നിന്നെല്ലാം മാറി ഒരു കമ്മിറ്റ്മെന്റ്
തരാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് കമ്മിറ്റ്മെന്റ് തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലേക്കാണ് അവർ വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുമായിട്ട് ഒരു സെലിബ്രേഷൻ വേണം, ഒരു എൻജോയ്മെന്റ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാവും എന്നാണ്. അങ്ങനെ ഒരു ഇവന്റ് ഉണ്ടാവണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു മാരേജ്, അതുപോലെ തന്നെ ഒരു എൻഗേജ്മെന്റ്, അങ്ങനെയുള്ള ഒരു ഹാപ്പി ഇവന്റ്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ടുള്ള ഒരു സെലിബ്രേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ കുറെ വ്യക്തികൾക്കൊക്കെ വിവാഹത്തിൽ തീരുമാനം എടുക്കാൻ കഴിയാതെ നിന്നിരുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ എങ്കിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അത് വിവാഹത്തിലേക്കും തുടർന്ന് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്നൊരു കുഞ്ഞുണ്ടാവുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് മാറുന്നുണ്ട്, ഒരു നർച്ചറിങ് എനർജിയിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ആയാലും ആ ഒരു സ്റ്റബേൺ ആയിട്ടുള്ള അല്ലെ കർക്കശമായിട്ടുള്ള ഒരു സ്വഭാവം ഒക്കെ മാറി ഒരു സോഫ്റ്റ് ആയി എന്ന് പറയുന്നുണ്ട്. അതായത് വളരെ സ്നേഹത്തോടെ, വളരെ ഒരു സ്നേഹം, കെയർ, പ്രൊട്ടക്ഷൻ അങ്ങനെയൊക്കെ തരുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ ഒരു വ്യക്തി വന്നിട്ടുള്ളതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളെ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കാൻ ആ ഒരു വ്യക്തി തയ്യാറല്ല. ഓക്കെ, അങ്ങനെ വളരെ പൊസസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കൂടെ നമുക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ കൺട്രോൾ ചെയ്തിരുന്ന, അല്ലെങ്കിൽ കുറച്ച് ഓവർ കൺട്രോൾ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് മുൻപായിരുന്നുവെങ്കിലും. പക്ഷെ എങ്ങനെയാണെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കുക, അത് അത്രയും പൊസസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതെ നിങ്ങളുമായിട്ടൊരു സ്റ്റെബിലിറ്റി, ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ്, വിവാഹം കഴിക്കാൻ പറ്റുന്നവര് ആ ഒരു കാര്യം തന്നെയാണ് മുന്നോട്ട് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഉള്ള വ്യക്തികളാണെങ്കിലും നിങ്ങളുമായിട്ടൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്ക് വരാൻ അവർക്ക് സാധിക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ വളരെ ഈ ഒരു തീരുമാനം, അതായത് ഇങ്ങനെ ഒരു തീരുമാനം, ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിന്റെ ഒരു തീരുമാനം എത്രയും വേഗം എടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ തരാൻ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി തീരുമാനിക്കുന്നുണ്ട്. അതായത് ഈ ഒരു കാര്യങ്ങളിൽ പെട്ടെന്ന് ഒരു ഗ്രോത്ത് ഉണ്ടാവണം. ഒരു ഡിലേ വരുത്താൻ ആ വ്യക്തിക്ക് താല്പര്യമില്ല. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അതിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ, ഈ സിറ്റുവേഷനിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ വ്യക്തി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവർ തയ്യാറാണ്. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു ക്ലാരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനവര് തയ്യാറാണ്. അതുപോലെ തന്നെ അവർ കുറച്ചുകൂടെ കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി, നിങ്ങൾക്കും അവർക്കും ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി വരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് ആ വ്യക്തിക്ക് നിങ്ങളും ഒന്നിച്ച് ഒരു ഹാപ്പി ആയിട്ട് ജീവിക്കാൻ, അത് തന്നെയാണ് അവരുടെ വിഷ് കം ട്രൂ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരാൻ ഉള്ള ഒരു ഡിസിഷൻ അവര് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്നിച്ച് ഹാപ്പി ആയിട്ട് പോവാനും ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോകാനും വേണ്ട ഒരു ഡിസിഷൻ അവര് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഡിസിഷൻ എടുക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അവര് റെഡിയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് അവർ റെഡി ആയിരിക്കുന്നതൊക്കെ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെ നല്ല രീതിയിൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെ അതിന്റെ ഒരു എനർജി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം, ഈ ഒരു വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നിങ്ങളുടെ ഈ വ്യക്തിക്ക് ഈ ഒരു ഫുൾ മൂണിന് ശേഷം വന്നിട്ടുള്ള ഒരു എനർജി ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. അപ്പോൾ ഇതാർക്കൊക്കെയാണ് കൂടുതലായിട്ട് റെസനേറ്റ് ആവുന്നതെന്ന് നോക്കാം. ലെറ്റർ Z, ലെറ്റർ B, നമ്പർ 18, നമ്പർ 1 പൂരം നക്ഷത്രം, നമ്പർ 10 മകീരം നക്ഷത്രം, നമ്പർ 28 ലെറ്റർ J, ജാനുവരി മന്ത് പാലക്കാട് ഡിസ്ട്രിക്ട്, ഡിസംബർ മന്ത്, ഒക്ടോബർ മന്ത്, ജൂലൈ മന്ത് ഉത്രട്ടാതി നക്ഷത്രം.
ഓക്കെ, അപ്പൊ ഈ പറയുന്ന ക്ലോസ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ നോക്കുക. അതുപോലെ തന്നെ ഇതിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത റീഡിങ്ങിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.